നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ടിൽ ADGPക്കെതിരെ പരാമർശങ്ങളുണ്ടെന്നാണ് സൂചന. PV അൻവറിന്റെ ആരോപണങ്ങളും RSS കൂടിക്കാഴ്ചയുമായിരുന്നു അന്വേഷിച്ചത്. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്ന കാര്യം. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടിയുണ്ടാകുമെന്ന് മുൻപ് പിണറായി ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പൂരം കലക്കൽ, RSS കൂടിക്കാഴ്ച എന്നിവയിൽ ADGPക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGPയുടെ റിപ്പോർട്ടെന്നാണ് സൂചന. അജിത് കുമാറിനെ മാറ്റുന്നതിൽ റിപ്പോർട്ട് നിർണായകമാണ്. PV അൻവർ ഉന്നയിച്ച പരാതിയിൽ ADGPക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയിരുന്ന നിർദ്ദേശം. അതേസമയം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ADGPക്കെതിരെ തെളിവില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അൻവറിന്റെ ആരോപണങ്ങളുടെ പേരിൽ ADGPക്കെതിരെ നടപടിയെടുത്തുവെന്ന് വരരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കും CPM-നും ഉണ്ട്. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇനി അറിയേണ്ടുന്നത്. അതേസമയം ഇന്ന് ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ നിന്ന് ADGP അജിത് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഒഴിവാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നായിരുന്നു അജിത് കുമാറിനെ മാറ്റിയത്. DGPയും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPമാരുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് തുടരുന്ന അജിത് കുമാറാണ് നിലവിൽ ശബരിമല കോർഡിനേറ്റർ ചുമതല വഹിക്കുന്നത്. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇദ്ദേഹത്തെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. ADGPക്ക് പകരം DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് യോഗത്തിൽ പോലീസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് ADGPയെ മാറ്റി നിർത്തിയത്. മന്ത്രി VN വാസവൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ത്രിതല അന്വേഷണ ഉത്തരവ് ഇറക്കുന്നതിലും ആശയക്കുഴപ്പം തുടരുകയാണ്. പോലീസ് ഒഴികെ മറ്റ് വകുപ്പുകളുടെ വീഴ്ച ഇന്റലിജൻസ് ADGP അന്വേഷിക്കാനായിരുന്നു തീരുമാനം. മറ്റ് വകുപ്പുകളുടെ വീഴ്ചയിൽ പോലീസിന്റെ പ്രാഥമിക പരിശോധന നടത്താൻ കഴിയുമോ എന്നതിലാണ് ആശയക്കുഴപ്പം തുടരുന്നത്. ഇതുവരെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. മരമുറി, ഫോൺ ചോർത്തൽ, മാമി തിരോധാനം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നീ വിവാദങ്ങളായിരുന്നു ADGPക്ക് കുരുക്കായത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGP നൽകിയ അന്വേഷണ റിപ്പോർട്ട് DGPയും ആഭ്യന്തര വകുപ്പും തള്ളിയിരുന്നു. റിപ്പോർട്ടിൽ CPIയും സംശയം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതും. വലിയ വിവാദങ്ങൾ ഉയർന്നിട്ടും അജിത് കുമാറിനെ മാറ്റാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുകയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ത്രിതല അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ അജിത് കുമാറിനെ മാറ്റേണ്ടതില്ലെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. ഇതിനിടെ RSSലെ മറ്റൊരു പ്രമുഖനുമായും അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവാദവും പുറത്തു വന്നിരുന്നു. RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായിട്ടായിരുന്നു ഓഗസ്റ്റ് 4-ന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ ADGP 4 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയെ കണ്ടിരുന്നത് വലിയ ചർച്ചയായി. ഇതിനിടെ കോവളത്തെ രാം മാധവ് കൂടിക്കാഴ്ചയും വിവാദമായി. ഇതെല്ലാം കുറച്ചു സമയം മാത്രം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു. ഇത് പറഞ്ഞായിരുന്നു ADGP പ്രതിരോധം തീർത്തത്. എന്നാൽ വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതേക്കുറിച്ച് CPM സംസ്ഥാന നേതൃത്വത്തിനും വിവരം ലഭിച്ചിരുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റിൽ ADGP വയനാട്ടിലുണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. വിവരം ഇന്റലിജൻസ് വിഭാഗം DGPക്കും കൈമാറിയിട്ടുണ്ട്. MR അജിത് കുമാറിന് RSS നേതാക്കളുമായുള്ള അടുത്ത ബന്ധത്തിന് തെളിവായി ഇത് ചർച്ചയാകും. ADGPയെ കണ്ടത് വത്സൻ തില്ലങ്കേരി നിഷേധിച്ചിരുന്നുമില്ല.